ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചരിയും ഉരുളൻകിഴങ്ങും ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെറൈറ്റി വിഭവമാണിത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് പച്ചരി ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കഴുകി കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊരു നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടിപ്പോകരുത്. നമുക്കിതൊരു കുറച്ചൊരു കട്ടിയായിട്ടുള്ള ടെക്സ്ചറിലാണ് വേണ്ടത്. ഇപ്പം പച്ചരി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കറിവേപ്പിലയും 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ സ്നാക്ക് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരണം. ഈ അരിപ്പൊടിയും ഉരുളൻകിഴങ്ങും എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നമുക്കിത് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവത്തില്ല. അപ്പോൾ നമുക്ക് ഒരു ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നല്ല പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വെറൈറ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.